അത് ജയിലിൽ ഒരുപാട് ഇടതുപക്ഷക്കാർ കിടപ്പുണ്ട്, അതിനെ സഹായിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു 3600 തടവുകാർക്ക് ഈ കൂലി കിട്ടുന്നതിനകത്ത് 800 പേര് പൊളിറ്റിക്കൽ തടവുകാരാണ്. അതിൽ UDF-ൻ്റെ LDF-ൻ്റെ തടവുകാർ ഈക്വലാണ്. UDF LDF-ഉം എറൗണ്ട് 300 ആണ് നിൽക്കുന്നത്, മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു 250 ആണ് നിൽക്കുന്നത്. പിന്നെ BJP ആണ് RSS പുട്ട് ടുഗദർ, അതിൻ്റെ നേരെ പകുതിയുണ്ട്. അതായത് 40% വോട്ട് ഉള്ള UDF-ൻ്റെ LDF-ൻ്റെയും തടവുകാരുടെ എണ്ണത്തിൽ അവർ ഏകദേശം ഈക്വലാണ്. പിന്നെ BJPക്ക് ഒരു 16% വോട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അവരുടെ ടോട്ടൽ പ്രിസണേഴ്സിൻ്റെ എണ്ണം 150 to 170 ആണ്. അപ്പോൾ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ BJPക്കോ തടവുകാരുടെ എണ്ണത്തിൽ, പൊളിറ്റിക്കൽ തടവുകാരുടെ എണ്ണത്തിൽ സർപ്ലസ് ഒന്നുമില്ല, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ തടവുകാർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ന്യായീകരണം, ആ ഒരു ആരോപണം ശരിയല്ല. തടവുകാർക്ക് അങ്ങനെ, തടവുകാരുടെ ഇടതുപക്ഷത്തിന് അങ്ങനെ ഡോമിനൻസ് ഇല്ല, മനസ്സിലാവുന്നുണ്ടോ? ഇത് വേറൊരു ആരോപണമാണ്. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്തു എന്ന് പറയുന്നതിനകത്ത് ശരിയല്ല. ഇതൊന്നും അറിയാത്തവരല്ലല്ലോ ഇവിടുത്തെ അറിയാത്തവരല്ല, ഇത് പൊളിറ്റിക്കലി മാധ്യമപ്രവർത്തകരായാലും ഇവിടുത്തെ പ്രതിപക്ഷമായാലും അല്ലെങ്കിൽ ബുദ്ധിജീവികൾ അല്ലെങ്കിൽ ഈ ആക്ടിവിസ്റ്റ് ആരോപണം ഉന്നയിക്കുന്ന പത്രം ശരിയായിട്ടൊന്ന് അന്വേഷിച്ചവർക്ക് മനസ്സിലാവും സംഭവം എന്താണെന്ന്. പക്ഷെ ഇതിപ്പോൾ ഇലക്ഷൻ വന്ന് നിൽക്കുന്നുണ്ട്, ഒരു പൊളിറ്റിക്കൽ ട്വിസ്റ്റ് കൊടുത്തിട്ട് ഇടതുപക്ഷക്കാരായ തടവുകാരെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്നു എന്നൊരു ന്യായീകരണം. അപ്പോൾ അങ്ങനെയാണ് ഇത് കൊടുക്കുന്നതിന് മുമ്പ് വരെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തടവുകാർക്ക് വേതനം കൊടുത്തിരുന്നത് കർണാടകത്തിൽ തമിഴ്നാട് കോൺഗ്രസ് ഗവൺമെൻറ് അല്ലേ. അപ്പോൾ ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ തന്നെ ഡബിൾ, നമ്മൾ 160 കൊടുക്കുമ്പോൾ അവർ 300 രൂപ കൊടുത്തോണ്ട് കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ്. ഇപ്പോൾ 620 രൂപ. പിന്നെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് തടവുകാർക്ക് ബെനിഫിറ്റ് കൊടുത്തത് ഗുജറാത്ത് ഗവൺമെൻറ്റാണ്, മനസ്സിലാവുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ ചുമ്മാ ഇത് ഇടതുപക്ഷ ഗവൺമെൻറ് എന്തോ ഒരു സംഗതിയാണെന്ന് വ്യാഖ്യാനിക്കുമ്പോഴാണ് പ്രശ്നം.